സൊമാനി സിറാമിക് ലിമിറ്റഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു സൊമാനി കവർ സ്റ്റോൺ സ്ലാബ്സ്. ഈ സ്ലാബ്സ് അവയുടെ വലിയ സൈസ്, അതുല്യമായ ഡിസൈൻ, ഫിനിഷുകൾ എന്നിവ കാരണം ഉപഭോക്താക്കളുടെ ഫസ്റ്റ് ചോയ്സ് ആണ്. സൊമാനി കവർ സ്റ്റോൺ സ്ലാബ്സിന്റെ ഈ സവിശേഷതകൾ കാരണം ഇത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ചുവരുകൾ, കൗണ്ടർ ടോപ്പ്, ഫ്ലോർ, സ്റ്റെപ്സ്, ലോബി, പിന്നെ റിസപ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ സൊമാനി കവർ സ്റ്റോൺ സ്ലാബ്സ് എന്ന ബിഗ് സൈസ് ടൈൽസ് വാങ്ങുന്നത് മുതൽ അവയുടെ ഇൻസ്റ്റലേഷൻ വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഞങ്ങൾ നിങ്ങളോട് വിശദമായി പറയുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സമയം ലാഭിക്കാനും സ്ലാബ്സ് കൃത്യമായി ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഒന്നാമതായി, സ്ലാബ്സ് സ്ഥാപിക്കേണ്ട സ്ഥലം ശരിയായി അളക്കുക. അങ്ങനെ ആകെ എത്ര സ്ലാബ്സ് ആവശ്യമാണെന്ന് കൃത്യമായി കണക്കുണ്ടാക്കാനും സ്കേർട്ടിംഗ്, ഡ്രില്ലിംഗ് എന്നിവ എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാനും കഴിയും. ഇതിനുശേഷം അടുത്തുള്ള സൊമാനി ഷോറൂമിൽ പോയി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ സ്ലാബ്സ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത സാധാരണ സൊമാനി കവർ സ്റ്റോൺ സ്ലാബ് കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുമ്പോൾ അതിന്റെ പാക്കേജിംഗ് ശ്രദ്ധാപൂർവം പരിശോധിക്കുക. സൊമാനി കവർ സ്റ്റോൺ സ്ലാബ്സിന്റെ പാക്കേജിംഗ് കാർട്ടണിൽ ടൈൽസിന്റെ എല്ലാ വിശദ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ടൈൽസിന്റെ ഷെയ്ഡ്, ഫിനിഷ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, കൂടാതെ തിക്നെസ് മുതലായവ. കൂടുതൽ വിവരങ്ങൾക്കായി കാർട്ടണിൽ ഒരു QR കോഡും നൽകിയിരിക്കുന്നു. അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാവുന്നതാണ്. റബ്ബർ വാക്വം കപ്സ് ഉപയോഗിച്ച് കവർ സ്റ്റോൺ സ്ലാബ് ഉയർത്തി ആവശ്യമുള്ള സ്ഥാനങ്ങളിലേക്ക് വളരെ ശ്രദ്ധയോടെ നീക്കുക. ഈ പ്രക്രിയ നടത്താൻ നിങ്ങൾക്ക് ക്രോസ് ബാർ കാരിയേജ് കിറ്റ്സും ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സേഫ്റ്റി ഗിയേഴ്സ് തീർച്ചയായും ധരിക്കുക. അതായത് ഹെൽമെറ്റ്, സേഫ്റ്റി ബൂട്ട്സ്, ഗ്ലൗസ് മുതലായവ. വരൂ, നമുക്കിനി മനസ്സിലാക്കാം ഈ സ്ലാബ്സ് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ ടൂളുകളാണ് നിങ്ങളുടെ പക്കൽ അത്യാവശ്യം വേണ്ടതെന്ന്, ഈ ടൂൾസ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന്. ഒട്ടുമിക്ക സ്ലാബുകളിലും കട്ടിംഗ്, ഡ്രില്ലിംഗ് അല്ലെങ്കിൽ ബെവലിംഗ്, അതായത് എഡ്ജ് പ്രൊഫൈലിംഗ് ആവശ്യമാണ്. അത് ശരിയായി ചെയ്യുന്നതിന് വൈദഗ്ധ്യമുള്ള ജോലിക്കാരും പ്രൊഫഷണൽ കട്ടിംഗ് ഉപകരണങ്ങളും ആവശ്യമാണ്. സ്ലാബ്സ് വൃത്തിയായി നേരെ മുറിക്കുന്നതിന് സാൻഡിംഗ് ബോർഡ് പോലെയുള്ള ഒരു ദൃഢ വർക്ക് ടോപ്പ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനായി നിങ്ങൾക്ക് ഒരു ബെഞ്ച് ടോപ്പ്, അതായത് വർക്കിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഉയർന്ന സമ്മർദ്ദത്തിൽ നിന്ന് സ്ലാബിനെ സംരക്ഷിക്കാൻ ഡ്രില്ലിംഗ് മെഷീന്റെ സഹായത്തോടെ അതിന്റെ കോണിൽ വൃത്തത്തിലോ ദീർഘചതുരത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ ഉള്ള ദ്വാരങ്ങൾ നിർമ്മിക്കുന്നു. അമിതമായ സമ്മർദ്ദം ചെലുത്താതെ മൃദുവായ വീവിംഗ്, റൊട്ടേറ്റിംഗ് ടെക്നിക് ഉപയോഗിച്ച് ഡ്രില്ലിംഗ് തുടരുക. ഡ്രില്ലിംഗ് സമയത്ത് വെള്ളം ഉപയോഗിച്ച് ദ്വാരം തണുപ്പിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടിന്യൂസ് ഡയമണ്ട് അല്ലെങ്കിൽ ടർബോ ഡയമണ്ട് കട്ടിംഗ് ബ്ലേഡുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റ് ടൂൾസോ ബ്ലേഡ്സോ ഉപയോഗിച്ചാൽ സ്ലാബ്സ് പൊട്ടിപ്പോയേക്കാം. അരികുകൾ മുറിക്കുന്നതിന് നിങ്ങൾ കണ്ടിന്യൂസ് ഡയമണ്ട് കട്ടിംഗ് ഡിസ്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള എഡ്ജ് പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ നോയ്സിംഗ് ചെയ്യാവുന്നതാണ്. സ്ലാബ്സിന്റെ എഡ്ജ് പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ നോയ്സിംഗ് അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. സ്ലാബ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ബെഡ് അല്ലെങ്കിൽ ബേസ് തയ്യാറാക്കുന്നതാണ് അടുത്ത ഘട്ടം. സ്ലാബ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട തറ, സ്ക്രീഡ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് പൂർണ്ണമായും നിരപ്പുള്ളതും വരണ്ടതും ഉറപ്പുള്ളതും പൊടിരഹിതവുമാണെന്ന് ഉറപ്പാക്കുക. ഇത് ഭിത്തിയിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് RCC അല്ലെങ്കിൽ ജിപ്സത്തിൽ നിർമ്മിച്ചതല്ലെന്ന് ഉറപ്പാക്കുക. കൂടാതെ ഒരു സ്പിരിറ്റ് ലെവലിംഗ് സ്കെയിൽ ഉപയോഗിച്ച് ഭിത്തിയുടെ ഉപരിതലം ലെവലാണെന്ന് ഉറപ്പാക്കുക. സ്ലാബുകൾ ഉപരിതലത്തിൽ സെറ്റ് ചെയ്യാൻ സിമന്റ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഉയർന്ന നിലവാരത്തിലുള്ള അഡസീവ് ഉപയോഗിക്കാനാണ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ടൈൽസ് ചുവരിൽ സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് നിങ്ങൾ സൊമാനി EasyFix SEF 777 കൂടാതെ EasyFix SEF 888 എന്നിവ ഉപയോഗിക്കാനാണ്. അഡസീവ് വളരെ നേർത്ത രീതിയിൽ ഇരു പ്രതലങ്ങളിലും നേരെ പുരട്ടുക. അതായത് സ്ലാബിലും ചുവരിലും രണ്ടിലും. രണ്ട് പ്രതലങ്ങളിലും അഡസീവ് പുരട്ടുന്നതിലൂടെ ടൈൽസിനിടയിൽ വിള്ളലുകൾ ഉണ്ടാകില്ല. ഇത് ശക്തി നൽകുന്നു. സ്ലാബ്സ് വളരെ കാലം കേടുപാടുകൾ സംഭവിക്കാതെ നിലനിൽക്കുന്നു. ഇതിനായി 10 mm നോച്ച്ഡ് ട്രോവലും ഉപയോഗിക്കാവുന്നതാണ്. കൊമേഴ്സ്യൽ സ്പേസസിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് തടയാൻ അഡസീവിന്റെ തിക്നെസ് കൂടുതൽ വേണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഉപരിതലവുമായി അഡസീവിന്റെ 100% സമ്പർക്കം ഉറപ്പാക്കാൻ സ്ലാബിന്റെ എല്ലാ ഭാഗവും റബ്ബർ മാലറ്റ് ഉപയോഗിച്ച് പതുക്കെ അമർത്തുക. ഇത് ചെയ്യുന്നതിലൂടെ രണ്ട് പ്രതലങ്ങൾക്കിടയിലുള്ള വായു പുറത്തു വരികയും ശക്തമായ പിടുത്തം കിട്ടുകയും ചെയ്യുന്നു. സ്ലാബുകൾക്കിടയിൽ 3 mm മുതൽ 5 mm വരെ ഇടമുണ്ടെന്ന് ഉറപ്പാക്കുക. അതുവഴി വിപുലീകരണത്തിന് ഇടം ലഭിക്കുകയും പോറൽ പോലുള്ള കേടുപാടുകൾ ഒഴിവാക്കാനാകുകയും ചെയ്യും. സ്ലാബുകളുടെ ഉപരിതലം സാധാരണ ഒരേ നിരപ്പാക്കുവാനായി സൈക്ലോൺ ലെവലിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. ലെവലിംഗിനൊപ്പം ഇത് സ്പേസിംഗും ശരിയാക്കുന്നു. ഇതിനുശേഷം ചേരുന്ന ഭാഗങ്ങളിൽ നിന്ന് അധിക അഡസീവും അഴുക്കും നന്നായി തുടച്ച് നീക്കം ചെയ്യുക. അഡസീവ് ഉണങ്ങാനായി 24 മണിക്കൂർ അനുവദിക്കുക. അടുത്ത ഘട്ടം ഗ്രൗട്ടിംഗ് ആണ്. അത് സ്ലാബ്സിനിടയിൽ അവശേഷിക്കുന്ന വിടവുകൾ നിറയ്ക്കുന്നു. ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് നിങ്ങൾ സൊമാനിയുടെ എപ്പോക്സി ബേസ് EasyFix ഗ്രൗട്ട് ഉപയോഗിക്കാനാണ്.
ഇത് സ്ലാബുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പിന്നെ സീപ്പേജ് തടയുന്നതിനും വളരെ ഫലപ്രദമാണ്. ടൈലിന്റെ ഷെയ്ഡ് അനുസരിച്ചുള്ള ഗ്രൗട്ട് തിരഞ്ഞെടുക്കുക. ഗ്രൗട്ട് അപ്ലൈ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് സ്ലാബ്സിന്റെ എല്ലാ കോണുകളിലും ETI മാസ്ക് പ്രയോഗിക്കുക. ഗ്രൗട്ട് ശരിയായ രീതിയിൽ സ്ലാബുകളുടെ ഇടയിൽ നിറയ്ക്കാൻ കുട്ടി ബ്ലേഡോ നൈഫ്സോ ഉപയോഗിക്കുക. ഇത് ഗ്രൗട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ സഹായിക്കും. ഇതിനുശേഷം നനഞ്ഞ സ്പോഞ്ചിന്റെ സഹായത്തോടെ സ്ലാബുകളുടെ ഉപരിതലത്തിൽ നിന്നും അധിക ഗ്രൗട്ട് നീക്കം ചെയ്യുക. അതിനുശേഷം ഗ്രൗട്ട് സെറ്റ് ആകാൻ 24 മണിക്കൂർ അനുവദിക്കുക. അടുത്ത ഘട്ടം ടൈലിന്റെ ഉപരിതലം നന്നായി വൃത്തിയാക്കുന്നതാണ്. ഇതിനായി നല്ല ക്വാളിറ്റിയുള്ള സർഫസ് ക്ലീനിംഗ് കെമിക്കൽ ശരിയായ അനുപാതത്തിൽ ഉപയോഗിക്കുക. കാരണം സ്ലാബിന്റെ ഉപരിതലത്തിന് കേടുപാടുകൾ സംഭവിക്കരുത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്ലാബ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇമെയിൽ ID-യിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ തീർച്ചയായും മറുപടി നൽകുന്നതാണ്.